നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരുടെയും ഒരു അവകാശം കൂടിയാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണം. പലരും പഞ്ചായത്തിൽ പോയി അപേക്ഷ പലതിനും നൽകിയിട്ടും സഹായം ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെടാറുണ്ട്. ചിലർ ചോദിക്കും, എൻ്റെ അയൽവാസിക്ക് കട്ടിൽ കിട്ടി, എനിക്ക് കിട്ടിയില്ല. മറ്റൊരാൾക്ക് വീട് അറ്റകുറ്റപ്പണിക്ക് സഹായം ലഭിച്ചു, വേറൊരാൾക്ക് വീട് ലഭിച്ചു, എനിക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ല? ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട്. യാഥാർത്ഥ്യം എന്തെന്നാൽ പഞ്ചായത്ത് നൽകുന്ന എല്ലാ സഹായങ്ങളും എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്ന പദ്ധതികൾ അല്ല. ഓരോ പദ്ധതിക്കും പ്രത്യേക മാനദണ്ഡങ്ങളും മുൻഗണനാ പട്ടികകളും ഫണ്ടിന്റെ ലഭ്യതയും സർക്കാർ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. ഇവ മനസ്സിലാക്കാതെ അപേക്ഷ നൽകുമ്പോൾ നിരാശയുണ്ടാവാം. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ചിലർക്ക് സഹായം ലഭിക്കുകയും ചിലർക്ക് ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. വീട് അറ്റകുറ്റപ്പണിക്ക് ലഭിക്കുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ അപേക്ഷിക്കണം, അതിന്റെ രീതി എന്താണ്, അതുപോലെ കട്ടിൽ, മെഡിക്കൽ ബെഡ്, വീൽ ചെയർ തുടങ്ങിയ സഹായങ്ങൾ ആർക്കൊക്കെ നേടാം, അതുപോലെ ലാപ്ടോപ്പ് മുതൽ അതുപോലെ പഠനമുറി, അങ്ങനെ പല കാര്യങ്ങളും പഞ്ചായത്ത് മുഖേന സൗജന്യമായി ലഭിക്കുന്നുണ്ട്. അപേക്ഷ നൽകുമ്പോൾ നിർബന്ധമായും സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ്, വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം, അപേക്ഷ നിരസിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം വിശദമായി നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. പഞ്ചായത്ത് പദ്ധതികൾ എല്ലാവർക്കും ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ആദ്യം പരിശോധിക്കാം. പഞ്ചായത്ത് ഓരോ വർഷവും സർക്കാർ വികസന ഫണ്ട് അനുവദിക്കുന്നുണ്ട്. എന്നാൽ ആ ഫണ്ട് മുഴുവൻ ഒരു പദ്ധതിക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയില്ല. ഓരോ മേഖലയ്ക്കും പ്രത്യേക വിഹിതം മാറ്റിവെക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഭവന വികസനം, അതുപോലെ കൃഷി, കുടിവെള്ളം, ആരോഗ്യ മേഖല, വനിതാ വികസനം, വയോജനക്ഷേമം, ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ, വിദ്യാഭ്യാസം, പാലിയേറ്റീവ് കെയർ. അതുകൊണ്ട് വ്യക്തിഗത സഹായങ്ങൾക്കായി ലഭിക്കുന്ന തുക പരിമിതമായിരിക്കും. ഇപ്പോൾ പല പഞ്ചായത്തുകളിലും പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ വാർഡിലും നൂറുകണക്കിന് ആളുകൾ അപേക്ഷ നൽകുന്ന സാഹചര്യം ഉണ്ടാവാം. അതിനാൽ വാർഡ് സഭയിലും ഗ്രാമസഭയിലും മുൻഗണനാ പട്ടിക തയ്യാറാക്കും. സാധാരണയായി മുൻഗണന ലഭിക്കാൻ സാധ്യതയുള്ളവർ BPL കുടുംബാംഗങ്ങൾ, അതിദരിദ്ര കുടുംബങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗം, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ, വിധവകൾ, വയോജനങ്ങൾ, ഗുരുതര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങൾ. ഇവരിൽ പലർക്കും ഏറ്റവും അടിയന്തരമായ ആവശ്യക്കാരാണ് ഇവർ. അവർക്ക് ഇവരിൽ ആദ്യം തന്നെ സഹായം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. വീട് അറ്റകുറ്റപ്പണിക്കും സഹായങ്ങൾ ലഭിക്കാറുണ്ട്. പലരും കരുതുന്നത് പുതിയ വീട് നിർമ്മിക്കാൻ മാത്രമാണ് സർക്കാർ സഹായം നൽകുന്നതെന്നാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിലവിലുള്ള വീട് അറ്റകുറ്റപ്പണികൾക്കും പദ്ധതികൾ ഉണ്ട്. അതായത് മേൽക്കൂര പുതുക്കൽ, ചുമർ പുനരുദ്ധാരണം, നിലം കോൺക്രീറ്റ് ചെയ്യാൻ, മഴവെള്ളം കയറുന്ന ഭാഗം പരിഹരിക്കാൻ, സുരക്ഷിതമല്ലാത്ത ഭാഗങ്ങൾ ശരിയാക്കാൻ, അതായത് വിള്ളൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഇതിന് പഞ്ചായത്ത് തയ്യാറാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കണം. പല ഘട്ടങ്ങളിലും ലൈഫ് മിഷൻ വഴി വിവിധ ഭവന സഹായങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ വീടിന്റെ പുനരുദ്ധാരണത്തിനും ധനസഹായം അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓരോ വർഷവും ഒരേ പദ്ധതി ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ നിലവിൽ പദ്ധതി ഉണ്ടോ എന്ന് നേരിട്ട് അന്വേഷിക്കണം. ഇപ്പോൾ പല പഞ്ചായത്തുകളിലും പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ അടുത്തുള്ള പഞ്ചായത്തിൽ പോലും വീട് പുനരുദ്ധാരണത്തിന് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിൽ പ്രത്യേകം അന്വേഷിക്കണം അവിടെ ലഭ്യമാണോ എന്നുള്ള കാര്യം. ഇനി അതുപോലെ കട്ടിൽ ലഭിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. സാധാരണ കട്ടിൽ എല്ലാവർക്കും എല്ലാ പഞ്ചായത്തിലും വാങ്ങി നൽകാറില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ നൽകാറുണ്ട്. അതായത് കിടപ്പ് രോഗികൾക്ക്, ഗുരുതര രോഗികൾക്ക്, ഭിന്നശേഷിക്കാർക്ക്, പാലിയേറ്റീവ് കെയർ രോഗികൾക്ക്, ഇവർക്ക് മെഡിക്കൽ ബെഡ്, വാട്ടർ ബെഡ് തുടങ്ങിയ ഉപകരണങ്ങൾ പ്രത്യേക പദ്ധതികളിലൂടെ ലഭിക്കും. അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങളും ലഭിക്കും. ചില പഞ്ചായത്തുകളിൽ വീൽ ചെയർ, വാക്കർ, ക്രച്ചസ്, മെഡിക്കൽ ബെഡ്, വാട്ടർ ബെഡ്, എയർ ബെഡ്, കമോഡ് ചെയർ ഇവ സാധാരണയായി ആരോഗ്യ വിഭാഗം, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ പ്രത്യേക പദ്ധതികൾ വഴിയാണ് വിതരണം ചെയ്യുന്നത്. പദ്ധതി അനുസരിച്ച് അപേക്ഷ നൽകുന്ന സ്ഥലം മാറാം. ഉദാഹരണത്തിന് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, വാർഡ് മെമ്പർ മുഖേന ഗ്രാമസഭ വഴി. നിർബന്ധമായും
സമർപ്പിക്കേണ്ട രേഖകൾ റേഷൻ കാർഡ്. അർഹത പരിശോധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് റേഷൻ കാർഡ്. രണ്ടാമത് ആധാർ കാർഡാണ്. തിരിച്ചറിയൽ രേഖ, അതായത് ആധാർ കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖ, ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഏറ്റവും അനുയോജ്യം ആധാർ കാർഡാണ്. പിന്നെ ബാങ്ക് പാസ്ബുക്ക്, അക്കൗണ്ട് നമ്പർ IFSC കോഡും വ്യക്തമായിരിക്കണം. നികുതി രസീത് വേണം. നിലവിലെ സാമ്പത്തിക വർഷത്തെ കരമടച്ച രസീതായിരിക്കണം. പിന്നെ വീട് അറ്റകുറ്റപ്പണിക്ക് അധിക രേഖകൾ ആവശ്യം വരും. അതായത് വരുമാന സർട്ടിഫിക്കറ്റ്, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, അതുപോലെ താമസ സർട്ടിഫിക്കറ്റ്, വീടിന്റെ ഫോട്ടോ ആവശ്യമാണ്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് അത് ഫോട്ടോസും ആവശ്യമാണ്. ആവശ്യമായാൽ എഞ്ചിനീയറുടെ റിപ്പോർട്ട്, അത് പഞ്ചായത്ത് ആവശ്യപ്പെട്ടാൽ മാത്രം അത് നൽകേണ്ടി വരും. അതുപോലെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മെഡിക്കൽ സഹായങ്ങൾക്ക് വേണ്ട രേഖകൾ, സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. വൈകല്യ സർട്ടിഫിക്കറ്റ് അത് ആവശ്യമാണെങ്കിൽ കൊടുത്താൽ മതി, അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം. പിന്നെ പാലിയേറ്റീവ് രജിസ്ട്രേഷൻ രേഖ, വാർഡ് മെമ്പറുടെ ശുപാർശ വേണം. അത് ചില പദ്ധതികളിലാണ് ആവശ്യമായി വരിക. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ആണെങ്കിൽ, ഈ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ചില പ്രത്യേക പദ്ധതികൾ ഉണ്ടാവും. അതായത് ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റു പദ്ധതികൾ അനുസരിച്ചുള്ള രേഖകൾ ആവശ്യമായി വരും. ഇനി വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. വരുമാന സർട്ടിഫിക്കറ്റ് എന്നത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം സർക്കാർ രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് പല ക്ഷേമ പദ്ധതികളിലും നിർബന്ധമാണ്. സാധാരണയായി വില്ലേജ് ഓഫീസർ മുഖേന ഇത് ലഭിക്കും. ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമായ സ്ഥലങ്ങളിൽ അപേക്ഷ സമർപ്പിക്കുകയും നിങ്ങൾക്ക് ചെയ്യാം. അതായത് ആധാർ കാർഡ്, റേഷൻ കാർഡ്, അപേക്ഷാ ഫോം, ആവശ്യമായ മറ്റ് തെളിവുകൾ, ഇതെല്ലാം ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് പല സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കാം. എന്നാൽ പ്രധാനമായിട്ടും വേണ്ടത് ആധാർ കാർഡ്, റേഷൻ കാർഡാണ് ആവശ്യമായി വരിക. ഇനി അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യതയുള്ള കാരണങ്ങൾ: രേഖകൾ അപൂർണമായിരിക്കുക, തെറ്റായ വിവരങ്ങൾ കൊടുക്കുക, വരുമാന പരിധി കവിയുന്നത്, അങ്ങനെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത വിഭാഗം, അതായത് SC ST ഉള്ളവർക്ക് മാത്രമായിട്ടുള്ള പദ്ധതി നമ്മൾ അറിയാതെ ഒരു പക്ഷേ അപേക്ഷിക്കാറുണ്ട്. അതുകൊണ്ടും ഈ പദ്ധതി നിങ്ങൾക്ക് ലഭിക്കാതെ പോവും. ഫണ്ട് തീർന്നാലും ആദ്യം ഒരു 10 പേർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 11ാമത്തെ ആൾക്ക് ഒരുപക്ഷെ ലഭിക്കാതെ പോകും. അത് കാരണം ഫണ്ട് തീർന്നത് കൊണ്ടായിരിക്കാം. മുൻഗണനാ പട്ടികയിൽ ഇല്ലാത്തതും ഒരു പ്രശ്നമാണ്. ഗ്രാമസഭയിൽ പങ്കെടുക്കാത്തവർക്ക് പല വിവരങ്ങളും അറിയാതെ പോവും. അവിടെയാണ് പുതിയ പദ്ധതികൾ, ഗുണഭോക്തൃ പട്ടിക, അതുപോലെ മുൻഗണനാക്രമം, പൊതുജന അഭിപ്രായങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ വാർഡിൽ നിലവിൽ ഏത് പദ്ധതി നടപ്പിലാക്കുന്നുവെന്ന് ഏറ്റവും വ്യക്തമായി അറിയാൻ കഴിയുന്ന ഏറ്റവും ഒരു വഴിയാണ്, ഏറ്റവും എളുപ്പ വഴിയാണ് വാർഡ് മെമ്പറെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത്. മൊബൈൽ ഫോൺ വഴിയോ നേരിട്ടോ നിങ്ങൾക്ക് കണ്ട് വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: നിങ്ങൾക്ക് ഈ പദ്ധതികൾ മാത്രമല്ല, പഠനമുറി, അതുപോലെ ഒരുപാട് മീൻ വളർത്താൻ കുഞ്ഞുങ്ങൾ, അതുപോലെ കോഴി വളർത്താനും പശു വളർത്താനും എല്ലാത്തിനും ഒരുപാട് പദ്ധതികൾ പഞ്ചായത്ത് മുഖേന ലഭിക്കും. ഓരോ പഞ്ചായത്തിലും വ്യത്യസ്ത തരമായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമയത്തും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പല പല പഞ്ചായത്തുകളിലും പുതിയ പുതിയ പദ്ധതികൾ നൽകിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും അപേക്ഷകൾ ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ പോയി അന്വേഷിക്കുന്നത് വളരെയധികം ഉചിതമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പദ്ധതി നേടിയിട്ടുണ്ടോ? നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ? എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.